നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഹുലിയൻ അൽവാരസ് ടു PSG. വാവ്! ഹുലിയൻ അൽവാരസ് ടു ബാഴ്സ എന്നുള്ള റൂമറുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ബാഴ്സയുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആ ഒരു ഡീൽ നടക്കാൻ കാര്യങ്ങൾ എളുപ്പമാക്കില്ല എന്നത് നമുക്കറിയാമായിരുന്നു. ഇപ്പോഴിതാ PSG താരത്തിനായിട്ട് രംഗത്തുണ്ട്. അതിശക്തമായിട്ട് നീക്കങ്ങൾ നടത്തുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് ആണ്. അവരുടെ ജേർണലിസ്റ്റ് ഗാസ്ന ഡൂലും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഹുലിയൻ ആൽവാരസ് ഇതാ ഒരിക്കൽ കൂടി യൂറോപ്യൻ ട്രാൻസ്ഫർ മാർക്കറ്റിലെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. ഫ്രാൻസിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം PSG അർജന്റീൻ സൂപ്പർ താരത്തിനു വേണ്ടി നീക്കങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഫ്രഞ്ച് ക്ലബിന് മികച്ച ഒരു അറ്റാക്കറെ കൂടി ആഡ് ചെയ്യണമെന്നുണ്ട്. ലൂയിസ് എൻറിക്കെ താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി വളരെയധികം ശ്രമിക്കുന്നുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് 100 മില്യൺ യൂറോ ആയിരിക്കും താരത്തിന് വേണ്ടി ചോദിക്കുക എന്നുകൂടി TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അവർക്ക് ലഭിച്ച വിവരപ്രകാരം ലൂയിസ് എൻറിക്കെ തൻ്റെ ടീമിൻ്റെ ഒഫൻസീവ് പ്രയോറിറ്റി ആയിട്ടാണ് ഇപ്പോൾ ഹുലിയൻ ആൽവാരസിനെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മികവിൽ കോച്ചിന് വളരെ വളരെ മതിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ താരത്തിനായിട്ട് പ്രപ്പോസൽസ് മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല താരത്തിനൊരു സാലറി 10 മില്യൺ യൂറോ, ക്ലോസ് ടു 10 മില്യൺ യൂറോ പെർ ഇയർ, ആ രൂപത്തിലൊരു വമ്പൻ സാലറി ഓഫർ ചെയ്യുന്നുമുണ്ട് എന്നാണ് TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. അതോടൊപ്പം ഗാസ്നഡൂൽ ഒരു കാര്യം കൂടി വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ടിനോട് ചേർന്ന് തന്നെ അദ്ദേഹം പറയുന്നു, PSGക്ക് ഹുലിയൻ ആൽവാരസിനെ വേണം. ഇതൊരു പുതിയ താല്പര്യമല്ല. അവർക്ക് താരം മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹത്തെ സ്വന്തമാക്കണമെന്ന താല്പര്യമുണ്ടായിരുന്നു. ഏതായാലും ഈ മാർക്കറ്റിൽ അത് തീർച്ചയായിട്ടും താരത്തെ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ശക്തമായ ശ്രമം നടത്തുമെന്ന് തന്നെ ഗാസ്നഡൂൽ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിൽ പോയിട്ട് അവിടെ കിരീടങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് ഹുലിയൻ ആൽവാരസിന്. PSG ആണെങ്കിൽ ഓൾറെഡി UCL അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ UCL ഫൈനലിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഹുലിയൻ ആൽവാരസിനും താല്പര്യമുണ്ടാകും. പക്ഷേ ബാഴ്സ എന്ത് നീക്കം നടത്തും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.